അപ്പോൾ ഞങ്ങൾ ഇന്ന് ബ്രിസ്ബെയിനിലുള്ള ശ്രീ ശെൽവ ഗണേശ ടെമ്പിളിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.25 മണിക്കൂറിൽ കൂടുതലാണ് അങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ നാട്ടിൽ നിന്ന് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിലേക്ക് ഇപ്പോൾ ഓസ്ട്രേലിയ വന്നിട്ട് അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എല്ലാം ഒരു അത്ഭുത കാഴ്ചകളായിരുന്നു, വഴിനീളയുള്ള കാഴ്ചകളും അതോടൊപ്പം അമ്പലമൊക്കെ അമ്മയ്ക്ക് ആകെ ഒരു പുതുമ നൽകുന്ന കുറച്ച് അനുഭവങ്ങളായിരുന്നു. ഞങ്ങൾ അത്ര ഫ്രീക്വൻ്റായിട്ട് ഇവിടെ വന്നിട്ടിപ്പോൾ അമ്പലത്തിൽ പോയിട്ടില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം വെച്ച് 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളിപ്പം ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റ് റെഡിയായി ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ അമ്പലത്തിലെത്തി. ഒരു 8-9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്പലത്തിലെത്തുന്നത്. 9 10 മണിയായി തോന്നുന്നു. അങ്ങനെ അമ്പലത്തിലെത്തിയിട്ട് അപ്പോൾ അങ്ങനെ കാണുന്ന അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ നമ്മുടെ സാധാ അമ്പലത്തിൻ്റെ അതേപോലെ തന്നെ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ് ടെമ്പിളാണ്, മലയാളികളുടെ മാത്രമായിട്ടുള്ളൊരു ടെമ്പിളല്ല ശരിക്കും. പക്ഷേ അവിടുത്തെ മെയിനായിട്ടുള്ള ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി ഭഗവാനാണ്. പിന്നെ ബാക്കി എല്ലാ ദൈവങ്ങളും തന്നെ രാമനും ലക്ഷ്മിയും സരസ്വതിയും നവഗ്രഹങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദൈവങ്ങളും തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിലാക്സിങ് മോഡിലേക്ക് പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം, കുറേ നേരം ഇരിക്കാം, സൈലൻ്റായിട്ട് നിന്ന് നമുക്ക് പ്രാർത്ഥനയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റുന്നൊരു നല്ലൊരു ഇതായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ നമ്മുടെ സാധാരണ അമ്പലത്തിൽ പോകുന്ന പോലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല, വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും. ആദ്യം ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അമ്മയും ഞങ്ങളെല്ലാവരും അമ്പലത്തിലിങ്ങനെ ചുറ്റി തൊഴുത് പ്രാർത്ഥിച്ച് ജാനിക്കും ജുവലിനും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടയ്ക്ക് മാത്രം കിട്ടുന്നൊരു എക്സ്പീരിയൻസാണ് അമ്പലം. അങ്ങനെ എപ്പോഴും പോകാൻ പറ്റില്ല, കാര്യം ഒരു മണിക്കൂറിൽ കൂടുതലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ യാത്രയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോകാറില്ല. അപ്പോൾ അവർക്ക് അതൊരു പട്ടുപാവാട ഇടാനും എനിക്കാണെങ്കിൽ സാരി ഉടുക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടിയായിരുന്നു അങ്ങനെ അമ്പലത്തിൽ പോക്ക്. അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അമ്മ അങ്ങനെ ചുറ്റി നടന്നെല്ലാം കണ്ട്. അമ്പലത്തിന് ചുറ്റും ഒരുപാട് സ്ഥലമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിനോട് ചേർന്നിട്ടൊരു ക്യാൻറ്റീനും ഉണ്ടായിരുന്നു. പക്ഷെ അത് സാധാരണ ശനി ഞായറൊക്കെ ദിവസങ്ങളിലാണ് അവർ തുറക്കുള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങൾ അന്ന് ചെന്ന ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ പോയതൊരു നഴ്സറിയിലേക്കാണ്. കാര്യം അവിടെ ഒരു ബ്രിസ്ബെയിനിൽ എനിക്കുള്ള മലയാളികളുടെ ഒരുപാട് മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് നഴ്സറിയിൽ നിന്നൊരു മുല്ലപ്പൂവിൻ്റെ തൈ മേടിച്ചിട്ട് നേരെ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. കാര്യം വിശന്നിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ 10-11 മണിയായപ്പോഴേക്കും ഏകദേശം അവശതയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ശരിക്കും നഴ്സറിയുടെ പ്ലാൻ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവും തൈ അങ്ങനത്തെ തൈയൊക്കെ മേടിക്കാമെന്ന് ഓർത്തായിരുന്നു. പക്ഷേ ആ നഴ്സറിയിലൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഈ ശരവണ ഭവൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റാണ്. ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുണ്ട്, UK, അയർലൻഡ്, ഓസ്ട്രേലിയ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ചെന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ടാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മസാല ദോശയൊക്കെ മേടിച്ച് സാമ്പാറും ചമ്മന്തിയൊക്കെ മേടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. ഫുഡിലേക്ക് ശരിക്കും വീണമെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും എന്താ പറയുക വിശന്നിട്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോന്നു.